മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് ആരോഗ്യകരമായ ഒരു സാങ്കേതിക തിരുത്തലിന് വിധേയമാവുന്ന കാഴ്ച വെള്ളിയാഴ്ച കണ്ടു. നിഫ്റ്റി 5850 ലെവലിലേക്ക് താഴ്ന്നു. ഒരുപക്ഷെ അടുത്ത ആഴ്ചകൾ വീണ്ടും ആദ്യ 2-3 ദിവസം വീണ്ടും ഒരു തകർച്ചയിലേക്ക് വന്നേക്കാനുള്ള സാധ്യത കാണുന്നു. ഇത് വലിയ തകർച്ചയല്ല, ഒരു ആരോഗ്യകരമായ കറക്ഷൻ പേസായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. എന്തുതന്നെയായാലും നിഫ്റ്റിയുടെ പൊതുവെയുള്ള ഔട്ട്ലുക്ക് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിഫ്റ്റി 6000 കടന്ന് മുന്നേറാനുള്ള സാധ്യത ഏറെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഹെഡ്ജ് ഇക്വിറ്റി CEO N ഭുവനേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. ഭുവനേന്ദ്രൻ, രാകേഷ് ജുൻജുൻവാലെ പോലെയുള്ള ആളുകൾ വീണ്ടും ഏറെ നാളുകൾക്ക് ശേഷം സംസാരിക്കുന്നു. അവരുടെ സംസാരത്തിൽ അവരേറ്റവും അധികം ഇന്ത്യൻ വിപണി വലിയ രീതിയിൽ ബുള്ളിഷാണ് അല്ലെങ്കിൽ ബുള്ളിഷ് ആവുന്നു എന്ന തരത്തിലുള്ള ടോക്സ് വരുന്നു. ബോംബെയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങളും മറിച്ചൊന്നുമല്ല. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞതിനോടെല്ലാം യോജിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ കറക്ഷൻ മാർക്കറ്റിന് ഹെൽത്തി ഒരു കറക്ഷൻ തന്നെയാണ്. കാരണം പലപ്പോഴും കറക്ഷൻ ആവശ്യമാണ്. ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു ന്യൂസ് ഒന്നും തന്നെ മാർക്കറ്റിലില്ല. അതാണ് മാർക്കറ്റ് ഈ ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ളൊരു പ്രധാന റീസൺ. നമുക്ക് ഗുജറാത്ത് ഇലക്ഷൻ വന്നു. ഇലക്ഷൻ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ BJP അധികാരത്തിൽ വന്നു. അതുപോലെ തന്നെ RBIയുടെ പോളിസി യാതൊരു മാറ്റവുമില്ലാതെ പോളിസി കടന്നുപോയി. അത് മാർക്കറ്റിൽ വലിയ പ്രതീക്ഷയില്ലായിരുന്നു. കാരണം പലപ്പോഴും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 18-20 മാസമായിട്ട് മാർക്കറ്റിൽ ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നു. പക്ഷേ മാർക്കറ്റിൽ ആ രീതിയിൽ റേറ്റ് കട്ട് RBIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെയാണ് ഒബാമയുടെ ഇൻ്റർനാഷണൽ ന്യൂസ് എന്ന് പറയുന്ന ഒബാമയുടെ ഫിസ്ക്കൽ ക്ലിഫ് അതിനൊരു തീരുമാനമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു തീരുമാനമായിരിക്കും ഗ്ലോബലി മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് ഡിസൈഡിങ് ഫാക്ടർ. അപ്പോൾ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷൻ പല പോളിസി റിഫോംസുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അതുപോലെ FISൻ്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ സനൽ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുൾ ഫേസിൽ തന്നെയാണ്. അതിൻ്റെ ഒരു റീസൺ ഈ FISൻ്റെ ഫ്ലോ തന്നെയാണ്. FISന് അനുകൂലമായ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിനനുസരിച്ചുള്ളൊരു ഫ്ലോ ഇന്ത്യയിലേക്ക് വരുന്നു. ഈ ആഴ്ച FIS 4 ദിവസം കൊണ്ട് 3500 crore ബൈയിങ് സൈഡിലാണ് ക്യാഷ് മാർക്കറ്റിൽ. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. 2000 crore ക്യാഷ് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് സൈഡിലാണ്. ജനറലി മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഈ കറക്ഷൻസ് ഒക്കെ തന്നെ നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പലപ്പോഴും പല റേഞ്ചിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഒരു മാസം മുമ്പ് തന്നെ മാർക്കറ്റ് വാച്ചിൽ ഒരു മൂവിങ് റേഞ്ച് മാർക്കറ്റ് ഒരു അവസരത്തിൽ 5550 to 5800 ലെവലായിരുന്നു. ദെൻ അടുത്തൊരു റേഞ്ച് 5750 ബ്രേക്ക് ചെയ്താൽ 5950 പോകാനുള്ള പോസിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ 5960 വരെ പോയതിന് ശേഷം അടുത്തൊരു മൂവിങ് റേഞ്ച് എന്ന് പറയുന്ന ബോട്ടം എന്ന് പറയുന്ന 5750 to 5800 നമ്മൾ 2 എപ്പിസോഡ് മുമ്പ് പറഞ്ഞ ആ ഒരു ലെവൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു മൂവിങ് റേഞ്ച് എന്ന് പറയുന്ന ഒരു കറക്ഷൻ വരികയാണെങ്കിൽ തന്നെ മാർക്കറ്റ് 750 എന്ന് പറയുന്ന ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇൻ കേസ് ഈ 5750 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഫർദർ മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് ആ ഒരു ലെവൽ തന്നെ ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. ഈവൻ 5800 പോലും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാര്യമായ മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു ഹോളിഡേ മോഡിലേക്ക് പോവുകയാണ്. FISൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും 5750 ഒരു മേജർ സപ്പോർട്ട് സോണും 5950 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് സോണുമാണ്. ഈ 950-970 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സനൽ നേരത്തെ പറഞ്ഞതുപോലെ ജനുവരിയോടുകൂടി ഒരു 6100 ലെവൽ വരെ മൂവ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് മാർക്കറ്റിനുണ്ട്. പ്രധാനമായിട്ടും ഗ്ലോബൽ ന്യൂസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒബാമയുടെ ഫിസ്ക്കൽ ക്ലിഫിന് ഒരു തീരുമാനമാകണം. ആ ഗ്ലോബൽ ന്യൂസ് ആയിരിക്കാം ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം കാത്തിരിക്കുന്നതും ഏത് ലെവലിലേക്ക് പോകണമെന്ന് തീരുമാനിക്കും. 2 ഓഹരികൾ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി വന്ന വാർത്തയാണ്. ഭാരതി എയർടെൽ 2G സ്കാമിൽ CBI ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തപ്പോൾ അതിൽ വോഡാഫോൺ ഉണ്ട്, ഹച്ചിസൺ മാക്സ് തുടങ്ങിയ കമ്പനികളുണ്ട്. അതിനോടൊപ്പം ഭാരതി എയർടെലും ഉണ്ടായിരുന്നു. അതിലൊരു കറക്ഷൻ കണ്ടു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കമ്പനികളായ സ്റ്റെർലൈറ്റിൻ്റെ അനിൽ അഗർവാൾ ഇപ്പോൾ സാരഥ്യം വഹിക്കുന്ന കെയ്ൻ ഇന്ത്യ അതിൻ്റെ ഗൈഡൻസ് 2013 ഗൈഡൻസ് മോശമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുമെന്നുള്ള വാർത്തകളും കണ്ടു. ഈ 2 ഓഹരികളും നമുക്കറിയാം അടിസ്ഥാന ഘടകങ്ങൾ വളരെ ശക്തമായ കമ്പനികളാണ്. ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണോ നിക്ഷേപകർ വേണ്ടത്? ഈ 2 ഓഹരിയിലും തീർച്ചയായിട്ടും ഇപ്പോൾ റിസൾട്ടിന് ശേഷമായിരുന്നു ഈ ഭാരതി എയർടെൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ നേരിട്ട് 240 ലെവൽ വരെ പോയിരുന്നു. അതിനുശേഷം നല്ല റിക്കവറി ആ സ്റ്റോക്കിലുണ്ടായി. അപ്പോൾ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കറക്ഷൻ സംഭവിക്കും. ഫണ്ടമെൻ്റൽ സൈഡിൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. അതിന് ടെക്നിക്കലി അല്ലെങ്കിൽ ന്യൂസ് ഡ്രിവൺ ആണ്. ഇമ്മീഡിയറ്റ് വരുന്ന ന്യൂസ് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ
എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ നോർമലി മാർക്കറ്റ് എന്ന് പറയുന്നത് ഡേ ടു ഡേ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ന്യൂസ് ഡ്രിവൺ ആണ്. അപ്പോൾ ആ ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, നമ്മൾക്ക് അറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഇന്ന് വന്നിരിക്കുന്ന ന്യൂസ് 2G സ്പെക്ട്രവുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ ഓപ്പറേറ്റേഴ്സ് ശ്രമിക്കും, ബെയർ ഓപ്പറേറ്റേഴ്സും ബുൾ ഓപ്പറേറ്റേഴ്സും. അപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ സ്റ്റോക്കിന് കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരും. പക്ഷേ ഫണ്ടമെൻ്റൽ സൈഡിൽ ഈ സ്റ്റോക്കിനൊന്നും സംഭവിക്കുന്നില്ല. അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. സെയിം തന്നെ കെയിൻ്റെ കാര്യത്തിലും ഈ ഗൈഡൻസ് മാനേജ്മെൻറ്റ് ചിലപ്പോൾ ഒരു ജാമ്യം എടുക്കുന്നതായിരിക്കും അടുത്ത റിസൾട്ടിനെ കുറിച്ചുള്ള. അപ്പോൾ അതൊരു ഹെൽത്തി കറക്ഷനായിട്ടാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ ഇൻഫോസിസൊക്കെ ഗൈഡൻസ് മോശമാകുമ്പോൾ റിസൾട്ട് നല്ലതാണെങ്കിലും ഗൈഡൻസ് മോശമാകുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കും. പക്ഷേ ഈ കറക്ഷനിൽ നിന്നെല്ലാം വളരെ ശക്തമായിട്ട് ഈ സ്റ്റോക്കുകളൊക്കെ തിരിച്ചു വരാറുമുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കിലുള്ള കറക്ഷൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷൻ തന്നെയാണ്. അത് ഇൻവെസ്റ്റേഴ്സിന് ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. അബ്ദുൾ സലാമിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം മാർക്കറ്റ് വാച്ചിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. തെർമാക്സ് 624 രൂപയ്ക്ക് 100 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഓട്ടോ ലൈൻ 194 രൂപയ്ക്ക് വാങ്ങി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 27 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഹോട്ടൽസ് 600 എണ്ണം 62.75 63 ലെവലിൽ വാങ്ങിയിരിക്കുന്നു. ഇതാണ് ചോദ്യം. അപ്പോൾ തെർമാക്സ് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് അല്ലേ? ഒരു വിവരവും കൂടി ഞാൻ ഓർക്കുന്നു. MS ഉണ്ണികൃഷ്ണൻ മലയാളിയാണ് അതിൻ്റെ ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തെർമാക്സ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം ഇന്ത്യൻ ഹോട്ടൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കും അദ്ദേഹത്തിൻ്റെ ബൈയിങ് പ്രൈസ് വളരെ ഹയർ ലെവലിലാണ്. തെർമാക്സിനെ സംബന്ധിച്ച് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ് ഈ സ്റ്റോക്ക്. അദ്ദേഹത്തിൻ്റെ ബൈയിങ് റേഞ്ച് കുറച്ചൊരു ഹയർ ലെവലിലാണ്. ഈ സ്റ്റോക്ക് ഒരു 570 ഇമ്മീഡിയറ്റ് ഈ സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 570 ആണ്. അതൊരു മൈനർ ഒരു സപ്പോർട്ട് ലെവലാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിൾ ഈ സ്റ്റോക്ക് ഒരു ബൈയിങ് അഡ്വൈസബിൾ ആയിട്ടുള്ള 530 to 540 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ്. മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം ആ ഒരു ലെവൽ വരാം. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും സേഫർ എൻട്രി തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. അതിൽ ഓട്ടോ ലൈൻ ഓട്ടോമൊബൈൽ കമ്പോണൻറ്റ്സ് മാനുഫാക്ചറിങ്ങിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. 140 and 124 രണ്ട് സപ്പോർട്ട് ലെവലാണ് ഈ സ്റ്റോക്കിൽ. 180 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ സ്റ്റോക്ക് ആ ഒരു ലെവൽ വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് തൽക്കാലം വേണമെങ്കിൽ സ്റ്റോക്കിൽ മാറാം. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് 25 and 23 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 29 ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മേജർ ആയിട്ടുള്ള വരുന്ന ഒരു റെസിസ്റ്റൻസ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഈ 29 ലെവൽ വരുമ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്യാം ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ള ഒരു ബൈ തന്നെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ദെൻ ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. ഏഷ്യയിലെ തന്നെ ഒരു ലാർജസ്റ്റ് ഹോട്ടൽ ചെയിൻ തന്നെയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. പക്ഷേ സ്റ്റോക്ക് കുറച്ച് നാളുകളായിട്ട് സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് വളരെയധികം കുറവാണ്. അപ്പോൾ 58 and 55 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയാണ്. കാരണം ഫ്രണ്ട് റൺ സ്റ്റോക്കുകളിൽ മാത്രമാണ് ഈ ഒരു മൂവ് സംഭവിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും എല്ലാ സ്റ്റോക്കിലും ഒരു മൂവ്മെൻറ്റം കണ്ടു തുടങ്ങിയിട്ടില്ല. മാർക്കറ്റ് വീണ്ടും 6000 ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ എല്ലാ ന്യൂസുകളും ഫേവറബിളായി വരികയാണെങ്കിൽ ഈ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഹോട്ടൽസൊക്കെ വീണ്ടും കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ സേഫർ എൻട്രി എന്ന് പറയുന്നത് 55 ലെവലാണ്. ആ ഒരു ലെവൽ സേഫർ എൻട്രി തന്നെയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 72 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ 4 സ്റ്റോക്കും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ അദ്ദേഹം വീണ്ടും ഒരു എൻട്രി ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ബൈയിങ് പ്രൈസ് കുറച്ച് ഹയർ ലെവലിലായതുകൊണ്ട് അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഇതേ സ്റ്റോക്കുകൾ തന്നെ വീണ്ടും ആവറേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. മറ്റൊന്ന് ഡിസംബർ 28 നമുക്കറിയാം ലെജൻഡറി ആയിട്ടുള്ള രത്തൻ ടാറ്റ കളം ഒഴിയുകയാണ്. ഇനി അദ്ദേഹം ടാറ്റ സൺസിൻ്റെ ഒരു ചെയർമാൻ എമിരിറ്റസ് എന്ന നിലയ്ക്കായിരിക്കും ഇനി അദ്ദേഹം ഉണ്ടാവുക. അപ്പം സൈറസ് പി മിസ്ട്രി അധികാരമേൽക്കുകയാണ്. അപ്പോൾ ഒരു നിര ഓഹരികൾ നമുക്കറിയാം ഏത് കാര്യത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ടാറ്റയുടെ ആ ഒരു സ്റ്റേബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇദ്ദേഹം പോകുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇദ്ദേഹം വിട പറയുന്നതിൻ്റെ പേരിൽ സ്റ്റോക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീജർക്ക് റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഈ ഒരു നിര കമ്പനികളിൽ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ഓഹരി പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഭുവനേന്ദ്രൻ ഏത് ഓഹരിയായിരിക്കും തിരഞ്ഞെടുക്കുക? ഞാൻ ആദ്യം തിരഞ്ഞെടുക്കുക ഒരു ഗ്ലോബൽ കമ്പനിയായി ടാറ്റ മോട്ടോഴ്സിനെ ടാറ്റ കൊണ്ടുവന്നു, പല ടേക്ക് ഓവർ നടത്തി. അതൊരു ടാറ്റ മോട്ടോഴ്സ് തന്നെയായിരിക്കും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം യൂറോപ്പ് ക്രൈസിസും ഗ്ലോബൽ ക്രൈസിസ് മാറുകയാണെങ്കിൽ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറാൻ സ്ട്രെങ്ത് ഉള്ളത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. പിന്നെ ഒരു പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് രത്തൻ ടാറ്റ മാറിയാലും എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ട് ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് കാര്യമായ മാറ്റങ്ങൾ ഈ കമ്പനിയിൽ സംഭവിക്കാൻ സാധ്യത കുറവാണ്. വലിയൊരു ഗ്രോത്ത് പലപ്പോഴും നമ്മൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു
മൂവ്മെൻറ്റ് സ്റ്റോക്കിലോ അല്ലെങ്കിൽ അവരുടെ റിസൾട്ടിലോ കാണില്ല. പക്ഷേ സ്റ്റഡി ആയിട്ടുള്ള കാലാകാലങ്ങളിൽ ഡിവിഡൻറ്റും ബോണസും കൊടുക്കുന്നു. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും ഒരു സ്റ്റഡി റിട്ടേൺ ഈ സ്റ്റോക്കിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത്. അല്ലാതെ അതേ സമയത്ത് ഒരു മൾട്ടി ബാഗർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം ഒരിക്കലും കമ്പനിയെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഡിസംബർ 28 ഒരു മാറ്റം പോലും വിപണിയിൽ ആ മാറ്റം ഓൾറെഡി മാർക്കറ്റിൽ വന്നതാണ്. അതുകൊണ്ട് ആ ഒരു ദിവസത്തിന് യാതൊരു പ്രത്യേകതയില്ല. അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ രത്തൻ ടാറ്റ ഡിസംബർ 28 രംഗം വിടുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിന് തിരശീല വീഴുകയാണ്. ഈ സാഹചര്യത്തിൽ പലരും ടാറ്റ ഗ്രൂപ്പ് ഓഹരികൾ പരിശോധിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെയാണെന്നുള്ള ആശങ്കയുണ്ട്. പക്ഷേ ആശങ്കകൾക്ക് ഒന്നും ഒരു സ്ഥാനവുമില്ല. സൈറസ് പി മിസ്ട്രിയുടെ കീഴിലും കമ്പനി അതിൻ്റെ വളർച്ച കുറിക്കുക തന്നെ ചെയ്യും എന്നാണ് കരുതുന്നത്. ഭുവനേന്ദ്രനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഭുവനേന്ദ്രൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഓഹരി തന്നെ ടാറ്റ മോട്ടോഴ്സ് ആണ്. ഗ്ലോബൽ ലെവലിൽ ജാഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഏറ്റെടുക്കലിന് ശേഷം വലിയ മുന്നേറ്റം കുറിച്ച കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇത് നിക്ഷേപത്തിന് യോഗ്യമാണെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. മറ്റൊരു മേഖലയിലേക്ക് നോക്കിയാൽ സ്വർണം ആഗോളതലത്തിൽ ഏകദേശം ഔൺസിന് 31 ഗ്രാമിൻ്റെ ഒരു ഔൺസിന് $1,700 ഇത് $1,750 നിന്ന് ഇടിഞ്ഞായിരുന്നു. 1,700 വരെ എത്തി. അവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നിച്ചു. പക്ഷേ 1695 1700 ലെവലിൽ നിന്ന് ഒറ്റയടിക്ക് ഏകദേശം 1650 ഇത് ക്രാഷ് ചെയ്യുന്ന കാഴ്ച വെള്ളിയാഴ്ച കണ്ടു. ഇനി അപ്പോൾ ഇത് ഒരു ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? പിന്നെ ഇതൊരു മികച്ച അവസരമാണെന്ന് തോന്നുന്നു അല്ലേ? നിക്ഷേപാവസരമാണെന്ന് തോന്നുന്നു. ഗോൾഡിൽ ഒരു മികച്ച അവസരം എന്ന് പറയാൻ പറ്റില്ല. 2013 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഗോൾഡ് പ്രൈസിൽ ഒരു വലിയൊരു അപ്രിസിയേഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ട എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഗ്ലോബൽ ക്രൈസിസ് മാറുകയാണെങ്കിൽ ഇക്വിറ്റിയിലേക്ക് വീണ്ടും ഒരു കൺവേർഷൻ വരാം. ഇപ്പോൾ ഫിസിക്കൽ ക്ലിഫ് പോലെയുള്ള പ്രശ്ന പരിഹാരം നിലനിൽക്കുന്നതാണ് ഈ കമ്മോഡിറ്റി പ്രൈസസ് ഗ്ലോബലി തന്നെ ഒരു സെല്ലിംഗ് വരാനുള്ളൊരു കാരണം. ഗോൾഡിലൊക്കെ തന്നെ അതാണ് അതിൻ്റെ ഒരു ഡിസിഷൻ പുറത്തേക്ക് വരണം. അപ്പോൾ ഗോൾഡിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവസരം എന്ന് പറയുന്നത് ഒരിക്കലും വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഗോൾഡ് ഇപ്പോഴത്തെ 2013. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു വർഷത്തേക്കല്ല. 13 മോശമാണെങ്കിലും ചിലപ്പോൾ 14-15 ബെറ്റർ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ഇൻവെസ്റ്റഡ് എന്നുള്ളത് തന്നെയാണ് ഗോൾഡിലും നല്ലത്. വീണ്ടും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ ഗോൾഡിൽ കാണുന്നുണ്ട്. SIP റൂട്ട് എടുക്കുന്നവർ അല്ലെങ്കിൽ മാസം തോറും ചെറിയ നിക്ഷേപം നടത്തുന്നവരെ സംബന്ധിച്ച് ഇത് നല്ല സമയം. തീർച്ചയായിട്ടും അത് എനിക്ക് 2013 കംപ്ലീറ്റ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലൈനായിരിക്കും നല്ലത്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും അഡ്വൈസബിൾ. ഇപ്പോൾ പവന്റെ വില അല്ലെങ്കിൽ ഈ ഒരു വിലകൾ ഏകദേശം എത്ര വരെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്? 2003 വലിയ മുന്നോട്ട് പോകുന്നില്ലെങ്കിലും 2013 8 to 10% കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് ഈ ഗോൾഡ് പ്രൈസിൽ. അതേ സമയത്ത് തന്നെ ഒരു 5 to 6% അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 16% ഒരു മൂവ്മെൻറ്റ് 2013 പ്രതീക്ഷിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗ്ലോബലി വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ലെങ്കിൽ ഇതൊക്കെ ടൈംസിൽ പറയുമ്പോൾ ഇതൊരു പവന്റെ വില ഒരു 20,000 ലെവലുകളിലേക്ക് താഴാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു 19,000 20,000 ലെവൽ 19,600 20,000 ലെവലിൽ ഡൗൺ സൈഡ് സപ്പോർട്ട് വരാനാണ് സാധ്യത. 2013. നമുക്ക് അജീഷിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. അദ്ദേഹത്തിന് ഇതിൻ്റെ സപ്പോർട്ട് ലെവലുകളും റെസിസ്റ്റൻസ് ലെവലുകളുമാണ് അറിയേണ്ടത്. ഹിൻഡാൽകോ 111 രൂപയ്ക്കാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. ടാറ്റ സ്റ്റീൽ 384 രൂപയ്ക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഓഹരികളിൽ ആക്സിസ് ബാങ്ക്, L&T, സിപ്ല എന്നിവയുണ്ട്. ഈ 3 സ്റ്റോക്കും L&T, ആക്സിസ് ബാങ്ക്, സിപ്ല, എനിക്കൊന്ന് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സിപ്ലയ്ക്കായിരിക്കും. കാരണം ഫാർമസ്യൂട്ടിക്കൽ സെക്ടറൊക്കെ തന്നെ അടുത്തൊരു പ്രോമിസിങ് സെക്ടർ തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ആ സ്റ്റോക്കുകളൊക്കെ തന്നെ വീണ്ടും ഹയർ ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ആ സെക്ടറിനുണ്ട്. അപ്പോൾ അത് സിപ്ല തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ആക്സിസ് ബാങ്ക് ഇപ്പോഴത്തെ രീതിയിൽ കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. 1,300 1,244 ഒരു സേഫർ എൻട്രി മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 1,244 ലെവൽ ആ ഒരു 50 ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. 1,450 1450 ലെവലാണ് ഒരു മേജർ റെസിസ്റ്റൻസ്. ദെൻ ഹിൻഡാൽകോ ആണ്. ഹിൻഡാൽകോ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ ചിലപ്പോൾ കറക്ഷൻ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ. 2 സ്റ്റോക്ക് അദ്ദേഹം ഹിൻഡാൽകോ ആൻഡ് ടാറ്റ സ്റ്റീൽ. ഹിൻഡാൽകോ ഒരു ബൈ 24,115 ലെവലിൽ അഡ്വൈസബിൾ ആണ്. ഈ കറണ്ട് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. 144 ആണ് ഹിൻഡാൽകോയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ ഇപ്പോഴത്തെ രീതിയിൽ ടാറ്റ സ്റ്റീൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ടാറ്റ സ്റ്റീലിൽ സംഭവിച്ചു. അപ്പോൾ അടുത്തൊരു എൻട്രി എന്ന് പറയുന്ന ഒരു സേഫർ എൻട്രി 385 ലെവലാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് തന്നെ ആ ഒരു ലെവൽ വന്നതിന് ശേഷമാണ് 340 ലെവലിൽ നിന്നാണ് ഈ ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ് ഈ സ്റ്റോക്കിലുണ്ടായത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ വാല്യൂഷൻ
ഇപ്പോഴത്തെ രീതിയിൽ കുറച്ചൊരു ഹയർ ലെവലിലാണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. സേഫർ എൻട്രി എന്ന് പറയുന്ന ലെവൽ 385 ആണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 404 ആണ്. ഒരു മേജർ സപ്പോർട്ട് സോൺ 385. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു റീ എൻട്രി ലെവൽ എന്ന് പറയുന്നത് 385 ലെവലാണ്. 480 ആണ് സ്റ്റോക്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാവുന്നത്. അതിൽ സിപ്ല 405, അതുപോലെ 389 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ്. ആ ഒരു ലെവൽ വരാനുള്ള സാധ്യത ഇനി കുറവാണ്. 450 ആണ് ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. 450 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം മെറ്റൽ ഓഹരികളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ അത്രയധികം എക്സ്പോഷർ എടുക്കേണ്ട ഒരു സമയമല്ലെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ ഗ്ലോബലി കൺസംഷൻ വളരെ കുറവാണ്. പ്രത്യേകിച്ചും ചൈനയാണല്ലോ ഏറ്റവും വലിയ കൺസ്യൂമർ. ആ നിലയ്ക്ക് അവരും അത്ര ഒരു കൺസ്യൂം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വലിയൊരു എക്സ്പോഷറിലേക്ക് മെറ്റൽ ഓഹരികളിൽ നടത്തേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പകരം ഫാർമ സെക്ടർ ഒരു ഹോട്ട് ടോപ്പിക്കായി മാറാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. RBI വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളും ഉണ്ടായില്ല. വിപണിയിൽ ആ ദിവസം തന്നെ RBIയുടെ പോളിസിയിൽ മാറ്റമില്ല എന്ന് കണ്ട ദിവസം തന്നെ തിരിച്ച് ബാങ്കിങ് ഉൾപ്പെടെയുള്ള ഓഹരികളിൽ മുന്നേറ്റം കാണുകയും ചെയ്തു. ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് കുറയും എന്നുള്ളൊരു ഫീല് പൊതുവെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനമൊന്നും RBI എടുത്തിട്ടൊന്നുമില്ല റീപ്പോ കുറയ്ക്കുന്ന കാര്യത്തിലടക്കം. പക്ഷേ ജനുവരി 29 പോളിസിയിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷ മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ആയതുപോലെ തോന്നുന്നു. ആ ബാങ്കിങ് ഓഹരികളിലെ ആ ദിവസത്തെ മുന്നേറ്റം കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരണം. കാരണം അത് ഒരു രാജ്യത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ പല ഇൻഡസ്ട്രി, ഇപ്പോൾ നമ്മൾ DLF പോലെയുള്ള കമ്പനികളൊക്കെ ഒരു ക്രൈസിസിലായിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് ഇൻട്രസ്റ്റ് ബേർഡൻ തന്നെയാണ്. പല കമ്പനിയും ഡെറ്റ് ഭയങ്കരമായിട്ട് കൂടി, ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി, ഇതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരണമെങ്കിൽ ഈ റേറ്റ് കുറയണം. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോൾ ഗ്രോത്ത് കൂടി വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റേറ്റ് കട്ടിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ റേറ്റ് തീർച്ചയായിട്ടും RBIയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ച് വന്നില്ല. അപ്പോൾ ജനുവരിയിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് 2013 ഗ്ലോബലി അതിലെ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും റേറ്റ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് മാർക്കറ്റും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ബാങ്കിങ് സെക്ടറും അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ തന്നെ അടുത്തൊരു പ്രോമിസിങ് സെക്ടർ തന്നെയാണ്, എല്ലാ സെക്ടറും. കാരണം തീർച്ചയായിട്ടും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. ആ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരണമെങ്കിൽ ഇപ്പോൾ പല കമ്പനികളും ക്രൈസിസ് എന്ന് പറയുന്നത് ഈ ഡെറ്റ് കൂടിയ കമ്പനികളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ബേർഡനാണ് പല കമ്പനികളും. അപ്പോൾ അത് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം വീണ്ടും കൂടുതൽ കമ്പനികൾ IPO ആയിട്ട് വരാനും കൂടുതൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും RBIയുടെ ഭാഗത്തുനിന്ന് വളരെ എഫക്റ്റീവായിട്ടുള്ള പല മെഷേഴ്സ് എടുക്കുമെന്ന് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഒരു അടുത്ത ആഴ്ച പ്രത്യേകിച്ചും ക്രിസ്മസ് അതിൻ്റെ അവധി, പൊതുവെ വിദേശ ഫണ്ടുകൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത അവധി ദിനങ്ങളായതുകൊണ്ട് അത് കുറയുന്നു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ക്രിസ്മസിൽ നമ്മൾ വിചാരിച്ച ഒരു സാന്റാക്ലോസ് റാലി നമുക്ക് ലഭിച്ചില്ല. ഒരുപക്ഷെ അത് ഏകദേശം വ്യാഴാഴ്ചത്തെ F&O എക്സ്പയറി 5900 ലെവലുകളിൽ തന്നെ തീരാനല്ലേ സാധ്യത? തീർച്ചയായിട്ടും മാർക്കറ്റിൽ വലിയൊരു ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമ്മളൊരു പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു ഹോളിഡേ മോഡിലാണ്, ഒരു ഹോളിഡേ മോഡിൽ തന്നെ മൂവ് ചെയ്യാനാണ് സാധ്യത. ഒരു 900 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവ്. അതേസമയത്ത് 5800-800നും 900നും ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മൂഡിൽ തന്നെ തുടരുന്നു. ഈ F&O എക്സ്പയറിയിൽ നിഫ്റ്റി 6000 കടന്ന് മുന്നേറാനുള്ള സാധ്യത പൊതുവെ കുറവാണ്. എങ്കിൽ പോലും ജനുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടുകൂടി തന്നെ മുന്നേറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. കാരണം രാകേഷ് ജുൻജുൻവാലയെ പോലെ ഇന്ത്യയുടെ വാറൻ ബഫറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ നിക്ഷേപകൻ, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് വലിയ സ്വത്ത് ആർജിച്ച വ്യക്തി ഏറെ നാളുകൾക്ക് ശേഷം വന്ന് പറയുന്നു, മാധ്യമങ്ങളോട് പറയുന്നു, ഇന്ത്യൻ വിപണി ഒരു ബ്രേക്ക് ഔട്ട് മോഡിലേക്ക് മാറുകയാണ്. അടുത്ത 4 വർഷത്തേക്ക് ബ്രേക്ക് ഔട്ടാണ്, അത് അപ്സൈഡിലേക്കുള്ള ബ്രേക്ക് ഔട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ വിപണി പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയാണ് ഈ ബ്രേക്ക് ഔട്ട് എന്ന പദം അദ്ദേഹം ഉപയോഗിച്ചതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.